വിദ്യാർത്ഥി നടത്തുന്നു തീരുമാനിച്ചു, അങ്ങനെ നടന്നു. അപ്പൊ നമ്മളെല്ലാവരും കൂട്ടായ്മയാണ്. കാരണം ഇത് വെറുതെ ഈ പശുക്കളെ പരിപാലിക്കലല്ല, ഇത് ലോകത്തിന് കൊണ്ടുവന്നൊരു മെസ്സേജാണ്. അതായത് നമ്മൾ ലോകത്തിനോട് പറയാണ്, ഇവരൊക്കെ നമ്മുടെ ഭാഗം തന്നെയാണ്, നമുക്ക് ഇവരായിട്ട് കണക്ഷൻ ഉണ്ട്. ഒരു വേറെ രൂപത്തിലുള്ളത് കൊണ്ട് ആത്മാവ് മാറുന്നില്ല, നമ്മുടെ ഉള്ളിലുള്ള അതേ ആത്മാവ് തന്നെ ഇവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ ആ ഒരു ഭാവത്തിൽ മാത്രം നമ്മൾ ഇവരെ കാണാവൂ. കാരണം നമ്മളെ പോലെ തന്നെ വേറെ ഒരു രൂപത്തിൽ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, നമ്മളൊക്കെ വേറെ വേറെ രൂപങ്ങൾ വന്നിട്ടുണ്ട് അതേപോലെ. അപ്പൊ ഇതിൽ ഒന്നും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യണം നമുക്ക്. നമ്മളോടുള്ള സ്നേഹവും മതിപ്പും ഇവരോടും അതേപോലെ കാണിക്കണം, ആ റെസ്പെക്റ്റും കാണിക്കണം. അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് നല്ല എനർജി പാസ് ചെയ്യും. ഈ പശുക്കളുടെ എസ്പെഷ്യലി പറയാറുള്ളത് എന്താ വെച്ചാല്, ഒരൊറ്റ മോശം ആത്മാക്കളും ഇതിലുള്ളവർക്ക് വരികയാണ്. അതായത് അവരുടെ ശരീരത്തിലേക്ക് ആവാഹിക്കും. നമുക്ക് 100% പരിശുദ്ധി പ്രദാനം ചെയ്യും, ശരീരം കൊണ്ടും അവരുടെ എക്സിസ്റ്റൻസ് കൊണ്ടും. അതുപോലത്തെ നല്ല ഒരു എനർജി എപ്പോഴും തന്നുകൊണ്ടിരിക്കും. അത് ഇവർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഈ ഗോശാല ഇത് വെറും ഗോശാലയല്ല, ഇത് ഈ സ്ഥലം മുഴുവൻ പരിപാലിക്കുന്ന ഒരു നല്ലൊരു സ്ഥലമായിട്ട് ആണ് ഇത് ഇവിടെ വന്നിട്ടുള്ളത്. അതിന് നമുക്കൊക്കെ ഭാഗ്യമുണ്ട്, ഇവിടെ വരാൻ പറ്റിയത് ഭാഗ്യമുണ്ട്. എനിക്കും ഭാഗ്യം, നിങ്ങൾക്ക് എല്ലാവർക്കും, നമ്മളെല്ലാവരും കൂടെ ഇത് നല്ല രീതിയിൽ നടത്തണം. ഇത് ഒരാൾക്കും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മളെല്ലാവരുടെയും കൂട്ടായ്മയാണ്. അപ്പൊ